അധാർമികതയ്ക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം. MSM സന്ദേശപ്രചാരണം. ഇവിടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകകളാകണം എന്ന് പറയുമ്പോൾ അവരൊരു തരത്തിലും മാതൃകകളാകാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു. നല്ല സുഹൃത്തുക്കൾ, വഴികാട്ടികൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ കുട്ടിയെ ഭരിക്കുന്നു. അങ്ങനെ കുട്ടിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ ദുരന്തങ്ങളും ആരംഭിക്കുന്നു. കാരണം വഴികാട്ടികളില്ല, മാതൃകകളില്ല എന്ന് മാത്രമല്ല, സുഹൃത്തുക്കൾ പ്രലോഭനങ്ങൾ വഴി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും എത്തിക്കുന്നു. ഇവിടെ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ മൂല്യവത്തായിട്ടുള്ള അംശങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മാതാപിതാക്കളും അധ്യാപകരും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ കുട്ടികൾക്കിടയിൽ കൂടുതൽ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. മനുഷ്യൻ ദൈവത്തിൻ്റെ സവിശേഷ സൃഷ്ടി. സൃഷ്ടിപ്പിൻ്റെ ആദിമ നാളിൽ തന്നെ പ്രപഞ്ചനാഥൻ മനുഷ്യനു മാത്രം നൽകിയ അറിവെന്ന അക്ഷയ ഖനി. മാനവിക ചരിത്രത്തിൽ സാക്ഷരതയുടെ സമ്പൂർണതയിലേക്കുള്ള അവൻ്റെ പ്രയാണം അത്യത്ഭുതകരം തന്നെയാണ്. ആദിമ കാലഘട്ടത്തിലെ അജ്ഞത തിരുത്താനുള്ള ശ്രമം മുതൽ ജ്ഞാനത്തിലൂടെ, സംസ്കാര പകർച്ചയിലൂടെ, അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അനിതര സാധാരണമായ കൈമാറ്റ സാധനയിലൂടെ, ശിലകളിലും ശിഖരങ്ങളിലും കൊത്തിവെച്ച് ഗുരുകുല വ്യവസ്ഥയിലൂടെ കൈമാറ്റം ചെയ്ത് അക്ഷരങ്ങളും അക്കങ്ങളും കണ്ടും കേട്ടും നുകർന്ന് ഓത്തുപള്ളികളിൽ കൂടി ചോക്കും ബോർഡും ക്ലാസ് റൂമുകളും സംവിധാനിച്ച് വ്യവസ്ഥാപിതവും അത്ഭുതകരവുമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ സാങ്കേതിക തികവിൻ്റെയും മികവിൻ്റെയും അത്യാധുനിക പാഠങ്ങൾ തീർത്ത് യൂണിവേഴ്സിറ്റികളിലേക്കും ടെലികോൺഫറൻസിംഗ് മീഡിയകളിലേക്കും അറിവിൻ്റെ അനാവരണത്തിനായുള്ള ആധുനിക മനുഷ്യൻ്റെ സഞ്ചാരം അതിശയകരമാണ്. മുള്ളുകൊണ്ട് ഇലകളിലും കൂർത്ത കല്ലുകൾ കൊണ്ട് മരപ്പലകകളിലും എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന മനുഷ്യനിൽ നിന്ന് ബഹിരാകാശത്ത് നടത്തുന്ന സ്ഫോടനങ്ങൾ വരെ ഭൂമിക്കടിയിലെ കേന്ദ്രത്തിലിരുന്ന് നിയന്ത്രിക്കാവുന്നതിലേക്കുള്ള അവൻ്റെ വളർച്ച, ആറ്റത്തെപ്പോലും വിഘടിച്ച് ഊർജ വിപ്ലവം സൃഷ്ടിച്ച അവൻ്റെ ബുദ്ധിശക്തി, അത്യാധുനിക ഉപകരണങ്ങളിലൂടെ ആതുര ശുശ്രൂഷാ രംഗത്ത് അത്യുന്നതി കൈവരിക്കാനുള്ള അവൻ്റെ സാമർഥ്യം, ഈ വളർച്ചയ്ക്കിടയിൽ ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാകുമ്പോൾ നമുക്ക് മുന്നിലേക്ക് മിഴി തുറക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന, കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയങ്ങളെ നടുക്കുന്ന, ഉറക്കവും സ്വസ്ഥതയും കെടുത്തുന്ന, ഹീനവും ക്രൂരവുമായ വാർത്തകൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ലോകമിന്ന്. അതിന് മോഹസാക്ഷികളാകുന്ന നല്ല മനുഷ്യരുടെ ഹൃദയങ്ങളും. സൈബർ ലോകം. വൈജ്ഞാനിക രംഗത്ത് ലോകത്തിന് ഗതിവേഗം സമ്മാനിച്ച അറിവിൻ്റെയും അനുഭവങ്ങളുടെയും മായിക പ്രപഞ്ചം തുറന്നിട്ട കമ്പ്യൂട്ടറും ഇന്റർനെറ്റും, ബഹുനില കെട്ടിടത്തിൽ കൊള്ളാവുന്ന മുഴുവൻ പുസ്തകങ്ങളും കയ്യിലൊതുങ്ങുന്ന ചെറു ഉപകരണങ്ങളിലേക്ക് ചുരുക്കിക്കളഞ്ഞ അത്ഭുതം. ചുരുങ്ങിയ കാലത്തിനിടയിൽ കൊട്ടാരത്തിലും കുടിലിലും സ്ഥാനം പിടിച്ച ഈ ഉപകരണം, പൗരാണിക മനുഷ്യൻ വർഷങ്ങളെടുത്തും കാതങ്ങൾ താണ്ടിയും ഗ്രന്ഥശാലകളിൽ നിന്ന് തേടിപ്പിടിച്ചിരുന്ന വിജ്ഞാനങ്ങൾ വിരൽത്തുമ്പിന്റെ ചലനം കൊണ്ട് നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ കൺമുന്നിലെത്തിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ, അഞ്ചലോട്ടക്കാരൻ്റെയും ശിപായിയുടെയും കൈകളിൽ നിന്ന് ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ പഴങ്കഥയായി. ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് വിവരങ്ങൾ കൈമാറാവുന്ന ഇമെയിലിംഗ്, റിസീവറിന്റെ ഒരറ്റത്തുള്ള ശബ്ദം മാത്രം കേൾക്കാവുന്ന വിരസതയിൽ നിന്ന് വ്യക്തിയെ കണ്ടും കേട്ടുമറിയാവുന്ന വെബ് ചാറ്റിങ്ങുകൾ,
വൈദ്യശാസ്ത്രത്തിന് ചികിത്സയുടെ പുതുലോകം സമ്മാനിച്ച ടെലിമെഡിസിൻ, സാമൂഹിക ബന്ധത്തിന്റെ അത്യാധുനിക രൂപഭേദങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കുകൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുന്ന ബ്ലോഗുകൾ, ലോകത്തെവിടെയുമുള്ള അനുവാചകനിലേക്ക് തങ്ങളുടെ ആശയം കൈമാറാൻ മാധ്യമങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ എഡിഷനുകൾ, ലോകത്തിന്റെ മുഴുവൻ ഗതിവിഗതികളെയും ഈ എന്ന അക്ഷരത്തുമ്പിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുന്ന ഈ ലൈബ്രറി, ഈ ടീച്ചിങ്, ഈ ബുക്കിംഗ്, ഈ ഗവേൺസ്, ഈ കൃഷി. സമ്പൂർണ്ണ സാക്ഷരതയിൽ ഇന്ത്യയിൽ ആദ്യമെത്തിയതുപോലെ ഈ സാക്ഷരതയിലും കേരളം ഏറെ മുന്നിലല്ലേ? ചരിത്രാന്വേഷിക്കു മുന്നിൽ ചരിത്രത്തിന്റെ തുറന്ന ജാലകവും, ശാസ്ത്ര കുതികയ്ക്കു മുന്നിൽ ശാസ്ത്രലോകത്തിന്റെ ഗതിയും വിളിച്ചു പറയുന്ന ഈ സംവിധാനത്തോട് ആധുനിക യുവത്വം പ്രതിലോമകരമായി മാത്രം സംവദിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? സാമൂഹിക ബന്ധങ്ങൾക്കുപയോഗപ്പെടുത്തേണ്ട സോഷ്യൽ നെറ്റ്വർക്കുകളും ചാറ്റ് റൂമുകളും വൈകൃതങ്ങളുടെ സ്വകാര്യതകളായി മാറ്റപ്പെടുകയല്ലേ? വിവര കൈമാറ്റ രംഗത്ത് വേഗതയുടെ പര്യായം സൃഷ്ടിച്ച ഇമെയിൽ വധഭീഷണിക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ദുരുപയോഗപ്പെടുത്തുന്ന ബിരുദധാരികൾ. നിയമങ്ങളെയും നിയമപാലകരെയും നോക്കുകുത്തിയാക്കി അധാർമികതയ്ക്ക് സ്വകാര്യതയൊരുക്കുന്ന ഇന്റർനെറ്റ് കഫേകൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭൂലോകത്ത് പോസ്റ്റ് ചെയ്യപ്പെടുന്ന വൃത്തികെട്ട എഴുത്തും ശൈലിയും. സുഹൃത്തെ, പഠനത്തിലും വൈജ്ഞാനിക വികാസത്തിലും ഏറെ സഹായിക്കേണ്ട ഇന്റർനെറ്റ് തെറ്റായ ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥി സമൂഹത്തെ അമിതമായ ഉത്കണ്ഠയിലേക്കും വിഷാദരോഗങ്ങളിലേക്കും രതിവൈകൃതങ്ങളിലേക്കും സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങളിലേക്കും സമയത്തിന്റെ വൃഥാവിനിയോഗത്തിലേക്കും പലപ്പോഴും ജീവിത നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു എന്നത് എന്തുമാത്രം ദുഃഖകരമാണ്. ലൈംഗിക പ്രസരണമുള്ള ഒരു ഇലക്ട്രോണിക് വസ്തു നിർമ്മിക്കുകയോ കൈമാറുകയോ ചെയ്താൽ 10 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാവുന്ന നമ്മുടെ രാജ്യത്ത് പോണോഗ്രഫി സൈറ്റുകളിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് വിനിമയങ്ങൾ നിയമത്തെയും അധികാരികളെയും നോക്കി പല്ലിളിക്കുകയല്ലേ? വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളിൽ പോലും വൈകൃതങ്ങൾ നിറഞ്ഞ സൈറ്റുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ആ വഴിക്ക് എന്തുകൊണ്ടാലോചിച്ചു